Welcome to Bindu's Dreams. ഹായ് ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞങ്ങളിവിടം വരെ പോയതായിരുന്നേ. ഞങ്ങൾ പോയിട്ട് വന്നപ്പോഴത്തേക്ക് മഴയും പെയ്ത് ഇടിയും വെട്ടി കാറ്റും വീശി കരണ്ടും ഇല്ല. നമ്മൾ വരുമ്പോ ഇവിടെ കരണ്ട് ഉണ്ട്, അതിങ്ങനെ വന്നും പോയൊക്കെ ആയിട്ട് നിൽക്കുവാണ് കേട്ടോ. എന്താണെന്നറിയാൻ ചേട്ടൻ മഴയെ ട്രോളിയതോടുകൂടി നമ്മുടെ നാട്ടിൽ മഴ പെയ്തു. അതൊരു പോയിന്റ് ആണല്ലോ. ശരിയാണല്ലോ അല്ലേ? ഇന്നലെയാണ് നമ്മൾ പറഞ്ഞതല്ലേ ഇന്ന് മഴ പെയ്തു. അപ്പൊ ഇത് 2 ആഴ്ച മുമ്പ് പറഞ്ഞെങ്കിൽ മഴ പെയ്യുമായിരുന്നു. ചേട്ടന് കോട്ടുവായിടല് തുടങ്ങിയിട്ടുണ്ട്. വീഡിയോ ഓൺ ചെയ്ത് അപ്പ ചേട്ടൻ വാ പൊളിക്കാൻ എന്താണെങ്കിലും ഇന്ന് മഴ താക്കാർത്ത് പെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പോയ വഴി മുട്ടം തുടങ്ങാനടക്കെ ആയിരുന്നു. നമ്മളവിടെ അവിടെ ചെന്നപ്പോഴത്തേക്കും നല്ല മഴയായിരുന്നു, ഇടി വെട്ടി അവിടെ പെയ്തു. അപ്പം ഞങ്ങൾ പറയാം നമ്മുടെ നാട്ടിലേക്ക് മഴയൊന്നും പെയ്യില്ല, കാർമേഘം വരും, ഇടി വെട്ടും, മിന്നൽ വരും, കാറ്റ് വരും, മഴ പോകും, ഇതായിരിക്കും നമ്മുടെ അവസ്ഥ എന്ന് ഞങ്ങൾ പറയായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോഴല്ലേ അറിഞ്ഞു ഇവിടെ നല്ല തിമിർത്ത് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. മഴ എന്ന് വെച്ചാൽ നല്ല സൂപ്പർ മഴയായിരുന്നു കേട്ടോ. അയ്യോ, ആ പാലെടുത്ത് വെച്ചോ, ആ പാൽ ഇപ്പം തന്നെ ഉണ്ടാക്കണം, അല്ല കേടായി പോവും, കറണ്ടില്ലല്ലോ. ഇപ്പം ഉണ്ടാക്കി കേടാവോ? ഇല്ലല്ലോ, ഉച്ചക്കത്തെ പാലാ, ഉച്ചക്കാ കൊണ്ടുപോന്നെ. അപ്പം നമ്മള് ഈ ബോളി ഒരു സുഖമില്ല. വൈകുന്നേരം ആയില്ലേ? ഏത് മില്ലിൽ അർപ്പിച്ചെന്ന് മനസ്സിലായില്ല. പഴം പോന്ന അല്ല അത്രയും കട്ടി. എനിക്ക് വരെ ബോളി ഭയങ്കര ഇഷ്ടം. ബ്രദേഴ്സിന്റെ ടേസ്റ്റ് ഇല്ലേ? ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല. ഇത്രയും കട്ടി കുറച്ച് എവിടെ നിന്ന് അരിഞ്ഞു എന്നാണ് ചോദിച്ചത്. ഇത് അവസാനം വന്ന പൊടിയൊക്കെ അങ്ങനെ കൂടിയിട്ട് തന്നതാ എനിക്ക്. ആ, മനസ്സിലായോ? ഓ, ഞാൻ അവിടുന്ന് പഴംബോളി വാങ്ങിച്ചപ്പോൾ 4 ബോളിയാണ് നല്ലതുള്ളൂ. പക്ഷെ ഒരു 6 ബോളി വെച്ചിട്ടുണ്ട്. 6 ബോളി വെച്ചാൽ ബാക്കി പൊടിഞ്ഞതും വിട്ടുപോയതൊക്കെയാണ്. 4 ബോളിയുടെ പൈസ എടുത്തുള്ളൂ എന്ന് പറഞ്ഞ് എനിക്ക് അവരെ മൊത്തം മാറ്റി തന്നു വിട്ടതാ. മനസ്സിലായോ? ടേസ്റ്റാ, എനിക്കിഷ്ടമാണ് ബ്ലൂബേഴ്സിൻ്റെ. കുഴപ്പമില്ല. പിന്നെ മഴയെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കാൻ പറഞ്ഞാൽ എന്ത് പറയും? കണ്ണ് തുറന്ന് പിടിക്കുക. ഇടിവെട്ട് കൂടുതലാ, ഭയങ്കര ഇടിവെട്ടാ. എന്നാ കാറ്റില്ല അങ്ങോട്ടൊന്നാ. കറണ്ടൊന്ന് വന്ന് സ്റ്റേബിളായിട്ട് നിൽക്കുകയാണെങ്കിൽ TV ഒക്കെ ഒന്ന് വെച്ച് നോക്കാമായിരുന്നു. എന്തൊക്കെ അടിച്ചു പോയും ദൈവം നമ്പരാന്നറിയാം. ഫ്രിഡ്ജിന് കുഴപ്പമില്ല, ഒന്നും സംഭവിക്കില്ല. പണ്ട് ഇടിവെട്ടി എൻ്റെ TV-യുടെ ബോക്സ് പോയതാ. ബോക്സ് പോയി, മാറ്റിയെടുക്കാൻ ഞാൻ പെട്ട പാട് ദൈവത്തിന് അറിയാവുള്ളൂ. ഭയങ്കര പാടുപെട്ടാ മാറി കിട്ടിയ. പിന്നെ ബാക്കി സംസാരിക്കൂ. എത്ര നാൾ കൂടി ഇവിടെ മഴ പെയ്തേ, പക്ഷെ അതൊന്നും കാണാൻ പറ്റിയില്ല. പോയ വഴിക്കുള്ള മഴയെല്ലാം നമ്മൾ കണ്ടു, പക്ഷെ നമ്മുടെ വീട്ടിലെ മഴ നമ്മൾ കണ്ടില്ല. വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കരണ്ടുണ്ടായിരുന്നു, പോയി. ഇനിയിപ്പോൾ വന്നാൽ വരുമായിരിക്കും അല്ലേ? അപ്പം ഞങ്ങൾ ഇച്ചിരി കപ്പ നാളത്തേക്ക് പുഴുങ്ങാൻ വേണ്ടി കപ്പയും വാങ്ങിച്ചുകൊണ്ട് വന്നു. അന്നേരമാണ് നമ്മൾ തറവാട്ടിൽ പോയി ചാച്ചനെ കാണാനായിട്ട് തറവാട്ടിൽ ചെന്നു. ചാച്ചനെ ഇപ്പം കാണാനില്ലല്ലോ, ചാച്ചനെ കണ്ടിട്ട് ഒത്തിരി ആയി എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പം
ചാച്ചന് ഇപ്പം ഈ ചൂടൊക്കെ അല്ലേ, പിന്നെ 99 വയസ്സാകാൻ പോകുമല്ലേ. അപ്പം അതിൻ്റെതായ ആരോഗ്യ പ്രശ്നങ്ങളും ക്ഷീണവും ഒക്കെ ഉണ്ട്. അധികം നേരം എഴുന്നേറ്റിരിക്കാനൊന്നും പറ്റണില്ല, കിടപ്പൊക്കെയാണ്. വേറൊരു കുഴപ്പമില്ല കേട്ടോ. നമ്മളെ കണ്ടാൽ തിരിച്ചറിയാല് കാര്യങ്ങളൊക്കെ ചോദിക്കാനൊക്കെ പഴയപടി തന്നെയാണ്. അത് ചാച്ചൻ്റെ 10 വയസ്സിലെ ഓർമ്മശക്തി ഇപ്പോഴും ഉണ്ട്. എനിക്ക് വേണ്ട, എനിക്ക് അപ്പം തിന്നണ്ടേ. ഇത് തിന്ന് വയറ് നിറച്ചാൽ എങ്ങനെയാ? അപ്പം അതുകൊണ്ട് ഇന്നിപ്പോൾ പോയ ചാച്ചൻ്റെ ഫോട്ടോ ഇവിടെ ആഡ് ചെയ്തേക്കാം കേട്ടോ. പിന്നെ ഒരു ഷോർട്ട് വീഡിയോയിൽ ഇട്ടേക്കാം. അപ്പോൾ അങ്ങനെ ചാച്ചൻ അവിടെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അതേക്കുറിച്ചൊക്കെ ചോദിച്ചു. വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ചാച്ചൻ അങ്ങനെ ക്ഷീണമൊക്കെ ആയതുകൊണ്ടാണ് നമ്മളിപ്പോൾ വീഡിയോയിലൊന്നും അങ്ങനെ കൊണ്ടുവരാത്ത കേട്ടോ. നമ്മൾ മിക്കവാറും തന്നെ എന്നും പോകാനിപ്പോൾ സമയം കിട്ടാറില്ല. കാരണം നമ്മുടെ ആട് പ്രസവിക്കാറായിട്ട് നിൽക്കുക. അപ്പം അതുകൊണ്ട് നമുക്കങ്ങനെ മാറാൻ പറ്റുന്നില്ല. ഇന്നിപ്പോൾ അങ്ങനെ പറ്റാത്ത ഒരു സാഹചര്യമൊക്കെ പോകാതിരിക്കാനുള്ള നിവൃത്തിയില്ലാത്തൊരു സാഹചര്യം ആയതുകൊണ്ടാണ് നമ്മൾ പോയത്. അപ്പം അത് വേറൊരു ചാച്ചനെ കാണാൻ പോയതാട്ടോ. ചേട്ടൻ്റെ പെങ്ങളുടെ ഫാദറിനെ കാണാൻ പോയതാണ്, അമ്മായിയച്ഛനെ കാണാൻ പോയതാണ്. അപ്പം ആ ചാച്ചനും സുഖമില്ലാതെ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അപ്പം അങ്ങനെ കാണാൻ പോയതാട്ടോ. അപ്പം എല്ലാ ചാച്ചന്മാരും ഒക്കെ ഒരുപോലെയല്ലേ, പ്രായമായവരൊക്കെ. അത് 90 above years ഉണ്ട്. അപ്പം എല്ലാ ചാച്ചന്മാരൊക്കെ ഒരുപോലെയല്ലേ. അപ്പം അങ്ങനെ പോയതാണ്. ഒന്നത്തേക്ക് അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് നല്ല മഴയായിരുന്നു. നല്ല മഴ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മഴയായിരുന്നു. അപ്പം എനിക്ക് കൊതിയായിപ്പോയി നമ്മുടെ നാട്ടിലേക്ക് അങ്ങനെ ഒരു മഴ പെയ്തിരുന്നെങ്കിലും. ഇനി നിർത്താലോ, എന്ത് പോകൂലേ. അപ്പം നമ്മളൊരു ഇച്ചിരി കപ്പ വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ നമ്മളിച്ചിരി മീനും അതുപോലെ തന്നെ വറുക്കാൻ വേണ്ടി വെച്ചതാണ്. ചേട്ടൻ വേണം തിരുമ്മിത്തരാൻ. തിരുമ്മി എണ്ണയൊഴിച്ച് ഇനി ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചൊന്ന് വിട്ടാൽ മതി. ഒരു ഉപ്പ് പോകാൻ വേണ്ടി ഇത് തിളപ്പിച്ച്, അല്ലെങ്കിൽ തലേ ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ച് ഇച്ചിരി പേപ്പർ കഷ്ണമൊക്കെ ഇട്ട് വെക്കാമെങ്കിൽ ഉപ്പ് പോകും. അന്നേരം തന്നെ ഉണ്ടാക്കണമെങ്കിൽ നമ്മളിങ്ങനെ തിളപ്പിച്ചൊന്ന് ഊറ്റിയാൽ മതി. മഞ്ഞപ്പൊടിയും മുളക് പൊടി എടുത്ത് തരട്ടെ, ചേട്ടനറിയാം. ഉപ്പിടണ്ട കേട്ടോ, ഓർക്കാതെ. ഇന്നാളൊരു പെണ്ണ് മീൻകറി, ഉണക്കമീൻ കറി വെച്ച് ഞാനൊരു അല്പം ഉപ്പ് ചേർത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് ചിരി അത് കണ്ടപ്പോൾ. ഇത്രയൊക്കെ വെള്ളത്തിൽ ഇട്ടെന്ന് പറഞ്ഞാലും അത് കാശ്മീരി ചില്ലിയാ. ഇതാണ് മറ്റാണ് വരുന്നത്. ഈ വലിയ പാത്രം വേണോ അതോ ചെറിയ പാത്രം മതിയായിരുന്നോ? അതെ, മറ്റേ മുളക് പൊടി എരിവുള്ളത്. അത് ചീനിച്ചട്ടി അതിൽ പൊളിഞ്ഞു വരാൻ പാടായിരിക്കും. ഇത് മതിയോന്നാ ഞാൻ ചോദിച്ചത്. ഇതെല്ലാം മാറ്റണം. ഏത് പാത്രമൊക്കെ കഴുകി കമഴ്ത്തിയത് എടുത്ത് വെച്ചില്ല. ഒത്തിരി ഇട്ട് കുഴക്കെടുത്തിട്ട് പൊടിഞ്ഞു പോകും. പൊടിച്ച് കളയല്ല കേട്ടാ. ചേട്ടൻ ഇങ്ങനെ ഇട്ട് വിരകും. അപ്പം മൊത്തം അങ്ങ് പൊടിയും. ഇത് വെന്ത സാധനം ആയതുകൊണ്ട്.
ഇതാണ് ചേട്ടൻ ഇതുപോലെ എന്തോ ഇട്ടങ്ങ് കുഴച്ചു കൊടുത്തു. ആ എന്നായിരുന്നു ഇത് മതി ചേട്ടന്, വെള്ളം അതിലേക്ക് ആഡ് ചെയ്യണ്ട. അല്ല എരിവ് കിട്ടിയാ പോരെ നമുക്ക്, അങ്ങനെ മതി. ഉണക്കമീൻ അങ്ങനെയാ. ചൂടാക്കാൻ വെക്കേ. ഇത് മതിയേ? നിക്കട്ടെ, ഇതൊന്ന് മാറ്റട്ടെ. ഞാൻ മുകളിലേക്ക് കയറ്റി വെച്ചേക്കാവോ? അവിടെ ഗ്യാപ്പുണ്ട്. ഇതും കൂടെ വെച്ചേക്കാവോ? ഇത് ഈ പാത്രത്തിന്റെ സൈഡിലേക്ക് വെച്ചേരാ. ആ ചെരിച്ചങ്ങ് വെച്ചേരാ അവിടെ. അതേലെ അങ്ങനെ അങ്ങനെ. തുറന്ന അത് മതി. മുറിയാണല്ലോ. ആവി എടുക്കുന്നില്ല ചേട്ടാ, മഴ പെയ്തിട്ട്. ചേട്ടാ എന്നെ പറയാനുള്ളേ? മീൻ പറക്കാൻ തുടങ്ങും ഞാൻ. ഇപ്പൊ തന്നെ മീൻ ശരിയാവില്ല. ഇപ്പൊ തന്നെ കപ്പ റെഡി ആയി. എനിക്ക് കറണ്ട് വന്നാലേ എൻ്റെ കാര്യങ്ങൾ നടക്കുള്ളൂ. ഇല്ല ഞാൻ തന്നെ ഈ രാത്രിയിൽ ഈ 10 മണിക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരു അരമണിക്കൂറായിട്ട് പോവാ. ഞാനും ഉണ്ടല്ലോ. പോവാ. ഈ രാത്രിയിൽ നിങ്ങൾ എൻ്റെ കൂടെ വരാനാ? വെട്ടം തെളിച്ചാരാ. ഞാൻ വലിയ ഷൂ ഇടാൻ പോവാം, ബൂട്ടിടാൻ പോവാം. എന്നാ ബൂട്ട്? വലിയ ബൂട്ടുണ്ട്, മുട്ടിനൊപ്പം തന്നെ ബൂട്ട്. അതിട്ടോണ്ടാണ് കയറാൻ പോണേ? അപ്പൊ എനിക്ക് കയറാൻ ബൂട്ടില്ല. ആ പുതിയ കിട്ടും, എന്നാണ് മേടിച്ചത്. അതിനൊത്തിരി ഹൈറ്റ് ഇല്ല. ഇട്ട് കൊടുത്ത് അത് വെന്തോളും. മറ്റേ പാത്രം വേണമായിരുന്നോ? മാറി കേട്ടോ. എനിക്കറിയാം എൻ്റെ മേത്തേക്ക് തെറിക്കാതിരിക്കാൻ. ഞാൻ ഇങ്ങനെയൊക്കെ പിടിച്ചോണ്ടാ ചെയ്യത്തുള്ളൂ. കവച എന്നാ പരിച, അമ്പും വില്ലൊക്കെ ഏന്തിക്കൊണ്ടാ ഞാൻ നിൽക്കുള്ളൂ. അതൊക്കെ ആ മോളിൽ കൂടെ ഒക്കെ തൂളിക്കൊടുത്താൽ മതി. മൂടട്ടെ? ഇപ്പം നിന്നോട് ഞാൻ കുറച്ച് ചോദ്യം. അവൻ വാക്കകത്ത് സാൻഡ്വിച്ചും കുത്തിക്കൊണ്ടിരിക്കുവോ? നീനി വല്ലതും കഴിക്കുവോ? ചോറുണ്ണോ? നീ വളരുമ്പോ എന്നെയും പപ്പയെ നോക്കുവോ? എങ്ങനെ നോക്കും? കണ്ണും കൊണ്ട് നോക്കുവോ? സ്നേഹം കൊണ്ട് നോക്കുവോ? എങ്ങനെയൊക്കെ നോക്കും? ആരാട്ട് തൊട്ടിൽ കെട്ടി പാടുവോ? പപ്പയ്ക്ക് മതിയായി. നിന്നിലുള്ള സകല പ്രതീക്ഷകളും പോയി.
ആരാട്ട് തൊട്ടിൽ കയറ്റിയിട്ട് ആട്ടിക്കൊണ്ട് നോക്കുന്നു. അത് നോക്കുവാറ് നീ ആട്ടും. ആ ഇനി പറ. ഓരോ സ്ഥലത്തൊക്കെ കൊണ്ടുപോകും. ആ എങ്ങാനും കിടപ്പായി പോയാലോ? ഇപ്പൊ ചാച്ചൻ കിടക്കും പോലെയൊക്കെയുള്ള അവസ്ഥയാണെങ്കിലോ എടുത്തോണ്ട് പോവോ? അതൊക്കെ റെക്കോർഡിക്കലായിട്ട് കിടക്കുവാണേ. യൂട്യൂബിലൊക്കെ റെക്കോർഡിക്കലായിട്ട് കിടക്കുവോ? എന്തേലും നീ നോക്കാനുള്ള ആൾക്കാര് നിന്നെ എടുത്തിട്ട് അലക്കും. ആ പിന്നെ ആ ഇഷ്ടപ്പെട്ട ആഹാരമൊക്കെ വാങ്ങി തരുമോ? ആ വൃത്തിക്ക് പറയണം കേട്ടോ, എല്ലാവർക്കും തിരിയാൻ. ഉടുപ്പൊക്കെ വാങ്ങിച്ചു തരുവോ? അതെനിക്ക് തന്നെ അത്തന്നെ ഓടിക്കാനും അറിഞ്ഞൂടാ. പപ്പയ്ക്ക് ജീപ്പ് വാങ്ങിച്ചു കൊടുക്കും. ആ പൈസ അതെന്നത്തിന്? എടാ എണീറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെങ്കിൽ നീ എന്നൊക്കെ ചെയ്യും? ഓൺലൈനിൽ ഓർഡർ ചെയ്ത് ഇതൊക്കെ കാണുവേ, റെക്കോർഡാണേ. ആ പിന്നെ ഇതൊക്കെ കേട്ടിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? തൃപ്തിയായോ? ഇനിയിപ്പൊ കിട്ടിയില്ലേലും വേണ്ടില്ല. പറയടാ അനുസരിച്ച് നീ ബാക്കി പറ. മമ്മാസിനെ വാങ്ങിച്ചത് എനിക്കാ? ആ പപ്പയ്ക്ക് പൈസ എന്ന് കിടക്കുമ്പോ നീ ഇതൊക്കെ ഓർത്തിരിക്കണം കേട്ടോ. പ്രായമാകുമ്പോ 10-30 വയസ്സൊക്കെ ആകുമ്പോ അതന്നെ ഇപ്പൊ ഒരു പാട്ട് ഈ വയസ്സാങ്കാലത്ത് നോക്കുമെന്ന് ചോദിച്ചു. അണ്ണാറക്കണ്ണ ഓടി കണ്ണാൻ തുമ്പി പാടി വന്ന്. അതെന്തുവാടാ അങ്ങനെയൊക്കെ ഇരുന്ന് പാടുന്നത്? ആ പിന്നെ നീ എന്തൊക്കെ ചെയ്യും? മോതിരം വാങ്ങിച്ചു തരുമോ? അതുള്ള മോതിരം ഊരിക്കൊണ്ട് പോ നോക്കുക. പിന്നെ ഏതാ? അത് അവിടെ നിന്നൊരു തവി എടുക്കും. എന്തോരം സ്പൂണാണുള്ള വൃത്തിയുള്ളത് എടുക്ക. നല്ല പരന്നിരിക്കണത്. വൃത്തിയെന്ന് ഞാൻ ഉദ്ദേശിച്ചത് അത് ഇങ്ങനെ കോരാൻ പറ്റിയ ടൈപ്പ്. ആ അത് ഞാൻ മീൻ കോര എടുക്കണേ. പിന്നെ പറയടാ ആൻസേ. ബീഫ് ബിരിയാണിയോ? അന്നേരം അതൊക്കെ ഇറങ്ങുമോന്നറിയില്ല. ചാച്ചനെ പോലുള്ള അവസ്ഥയിലൊക്കെ ഇരിക്കുവാണെങ്കിൽ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകുവോ? കൂടെ നിക്കുവോ നോക്കാൻ? അപ്പൊ നിക്കുമ്പോ ഈ മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരിക്കുവോ അതോ വർത്താനം പറയുവോ? കറണ്ട് വന്നു. ഈ കറണ്ട് വരുമ്പോ ഈ ഫ്രിഡ്ജിന്റെ ഇവിടെ തെളിയോ വെളിയില്? കറണ്ട് വരുമ്പോ ഫ്രിഡ്ജിന്റെ വെളിയിൽ തെളിയുവോ? എന്നാ കുഴപ്പമില്ല. ദാണ്ട അവൻ എണീറ്റ് പോയി. ചെയ്യാനിരുന്ന കുട്ടി എഴുന്നേറ്റ് പോയി ഗൈസ്. ഇനി ഞാൻ എപ്പോൾ ഇന്റർവ്യൂ ചെയ്യും? ഇനി വേണം. ഫ്രീസർ കംപ്ലൈന്റ് ഒന്നും ഇല്ലെന്ന് തോന്നണം. ലൈറ്റ് തെളിഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ലല്ലോ. റെഡ് ലൈറ്റ് തെളിഞ്ഞേക്കണേ. നമ്മുടെ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങൾക്ക് ജലദോഷം പിടിച്ചേ. അങ്ങനെ ജലദോഷം പിടിച്ച് കഴിഞ്ഞപ്പം അങ്ങോട്ട് മാറ്റിയിട്ടാ. അപ്പം അതാ ഇത് നമ്മുടെ ബൊമ്മാസാണ് കേട്ടോ. ഞാൻ ബൊമ്മാസാക്കാൻ എടുത്തതാണ് ഇവനെ. ഇനി അതാണ് നമ്മൾ ബൊമ്മാസാക്കാൻ ആദ്യം എടുത്തത്. എല്ലാവരും ഇവനെ കണ്ട് കാണും. പക്ഷെ ഇത് പെടക്കുഞ്ഞാന്ന് എല്ലാവരും പറഞ്ഞു. നമ്മുടെ അടുത്ത വീട്ടിലെ ചേട്ടനും പറഞ്ഞു. എല്ലാവരും പറഞ്ഞപ്പോൾ എനിക്ക് ആകെ വിഷമായി. അങ്ങനെ നമ്മൾ വെള്ളക്കുഞ്ഞിനെ എടുത്തു. പിന്നെ ഇത് നമ്മുടെ കുഞ്ഞാപ്പു ആണ് കേട്ടോ. കുഞ്ഞാപ്പൂനാണെങ്കിൽ ചെറുതായിട്ട് ജലദോഷമുണ്ട്. കുഞ്ഞാപ്പൂന് കഫക്കെട്ടൊക്കെ ഉണ്ട്. അയ്യോ അങ്ങനെ കുഞ്ഞാപ്പൂനെ നമ്മൾ ഇങ്ങോട്ട് മാറ്റി. പിന്നെ നമ്മുടെ കുണ്ടബസൂനെ മാറ്റി. പിന്നെ എന്നെ കണ്ട എപ്പോഴും മേത്ത് കയറുന്ന കുഞ്ഞിനെ ഇങ്ങോട്ട് മാറ്റി നിർത്തിയേക്കുവാണ്. അവരവിടെ നിൽക്കട്ടെ അല്ലേ.
അപ്പൊ അസുഖം വരുമ്പം അടുത്ത് നിന്ന് നോക്കുവോ? ആ ഇഞ്ചക്ഷനൊക്കെ കുത്തണ എനിക്ക് പേടിയാ. അപ്പൊ എന്റെ അടുത്തുനിന്ന് മാറാതെ നിക്കുവോ? ആ അവിടെ ഇറങ്ങിപ്പോവാൻ പറഞ്ഞേ. ഞാൻ പറയും ഇവിടെ തന്നെ നിൽക്കും. അങ്ങനെ പറയുവോ? പിന്നെ ഇടി വെട്ടുമ്പോ എനിക്ക് പേടിയാ. എന്നെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് വല്ലയിടത്ത് പോകുവോ? വാക്കുവിനെ വാങ്ങിച്ചുതരാം. അപ്പൊ എന്നെ പട്ടീനെ കൂട്ടിലിരുത്തിട്ട് നീ തെണ്ടാൻ പോകുന്നില്ലടാ. ചുമ്മാ എല്ലാം വിശ്വസിക്കും. കൈ തന്നെ ചെയ്യാനാ. ഇടി വെട്ടുമ്പോ നീ എന്ത് ചെയ്യും? ഞാൻ പുറപ്പെടുത്തോണ്ട് വരും. എന്നിട്ടാ നമ്മൾ ഒരുമിച്ച് കിടക്കും. അപ്പൊ നീ കല്യാണമൊക്കെ കഴിഞ്ഞ് നിനക്ക് ഭാര്യയും കുട്ടികളും ഉണ്ടാവൂലോ. അപ്പൊ എന്ത് ചെയ്യും? ആർക്കും പേടിയില്ലെങ്കിലോ? അവർക്കും പേടിയാണെങ്കിലോ? അമ്മ എല്ലാത്തിനും കൂടെ ഒരു അപ്പൊ ഭാര്യ പറയുവാ, എനിക്ക് അമ്മായിമ്മയുടെ അടുത്തൊന്നും ഇരിക്കണ്ട, നമുക്ക് റൂമിൽ പോയിട്ട് നമുക്ക് നമ്മുടെ ഫാമിലി അല്ല എന്ന് പറഞ്ഞാ നീ എന്ത് ചെയ്യും? അമ്മയും ഫാമിലി അവരെയും കൂടി നീ അവിടെ അടങ്ങി ഇരിക്കാദ്യം. അവരെയും കൂടി കൂട്ടണ്ടായിരുന്നു. ഫാമിലി അല്ലേ, ഫാമിലി എന്ന് പറഞ്ഞ എല്ലാരും കൂടി ഒരുമിച്ചുള്ളതാണ്. നീ പറയുവോ? ഓ നീ ഇങ്ങോട്ട് നോക്ക്, ക്യാമറ നോക്കി സംസാരിക്കടാ. നിനക്കെന്നെ നാണം വന്നുണ്ടോ? നീ പള്ളിയിലച്ഛനാകാൻ പോകുന്നുണ്ടോ? ഇല്ല, ഞാൻ ആർമി ആകാൻ പോകും. ആർമിയാ? അപ്പൊ നീ എവിടെ കാണാനാ എന്റെ അടുത്ത് ഇടി വെട്ടുമ്പോ മഴ പെയ്യുമ്പോഴും? നീ വല്ല കാട്ടിലും മലയിലും ഒക്കെ ആയിരിക്കും. പോലീസായാ പിന്നെ നാട്ടിൽ കാണും. അല്ല ഇങ്ങനെ ഈ ഉണങ്ങി ഇവിടെ 2 ബക്കറ്റ് വെള്ളവും കൊള്ളുന്ന നിന്നെ ആര് പോലീസിലെടുക്കും? ചോറ് കഴിക്കൂല. അസിലല്ലടാ, അത് എല്ല് പൊങ്ങിയിരിക്കണാടാ. നീ ഇപ്പൊ തുണി ഒക്കെ കാണിക്കണ. പെണ്ണുങ്ങളും കുട്ടികളും ഒക്കെ കാണുന്ന ചാനലാ. നീ ഇങ്ങനെ നഗ്നതാ പ്രദർശനം നടത്തല്ലേ? ആണാ? ബോയ്സിന് പിന്നെ അങ്ങനെ ഷർട്ടൊന്നും ഇട്ടില്ലല്ലോ, കുഴപ്പമില്ല. വേണ്ട, എന്നിട്ട് എനിക്ക് ചോന്നോണ്ട് പോകാൻ പറ്റില്ല, വയറുവേദനയാന്ന് പറഞ്ഞു. നീ അവിടെ നീ ഇരിക്കടാ അവിടെ. നിന്നോട് ചോദിക്കട്ടെ, അപ്പൊ നീ നോക്കൂന്നാ പറയുന്നേ. ഇതെല്ലാം റെക്കോർഡായിട്ട് ബിന്ദു സ്ട്രീംസ് ചാനലിൽ കാണും. അവസാനം നീ നോക്കിയില്ലെങ്കിൽ ആൾക്കാർ ഈ വീഡിയോ എടുത്തിട്ട് നിന്നെ ട്രോളും. ഇല്ല, നീ വയസ്സ് ചെല്ലുമ്പോ, ഞാൻ വയസ്സൊക്കെ ചെന്നിരിക്കുമ്പോ നീ ഇതൊക്കെ ഓർക്കുവോ? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ ഓർക്കുവോ? ഓർക്കും. ഇപ്പൊ നീ നല്ലവണ്ണം എന്നെ നോക്കും, പപ്പേനെ നോക്കും അല്ലേ? അത് മതി. അപ്പൊ ഇതൊക്കെ നമുക്ക് ഇനി കണ്ടറിയാൻ കഴിയും. ഇനി ആരും ഇന്റർവ്യൂ ഒന്നും ചോദിക്കാനില്ല. അപ്പൊ നമ്മളെ മീനൊക്കെ വറുത്ത് വല്ലതൊക്കെ തിന്ന് കുടിച്ച കിടക്കട്ടെ. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചേട്ടൻ നോക്കാണ്ട്, മുടിയൊക്കെ കെട്ടിവെച്ച രീതിയിൽ തന്നെ ഇരിക്കുക, ഒന്നും മാറ്റിയില്ല. ആൻസൂട്ടന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് എല്ലാരും ഫോളോ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. ഡാഷ്ബോർഡ് നടിയിലൊരു വര പോലെ എന്നിട്ട് ഒരു 3 സവൺ കൂടി. മൊത്തം 4 7 ഉണ്ടോ? അതിനടി കൊറേ 7. നീ ഒരു 7ാം കൂലിക്കാരനാ? ആൻസ് ഫുള്ള് സ്മോൾ ലെറ്റർ. അത് 7 ഉണ്ട്, അത് അടിയിലൊരു വര, എന്നിട്ട് 3 സവൺ. അപ്പൊ ആൻസ് 7ന് നിങ്ങള് ഫോളോ ചെയ്യണം, കമന്റ് കൊടുക്കണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇറ്റ്സ് മീ ആൻസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിന് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുവരേക്കും ബൈ.